ബ്രഹ്മചര്യത്തിന് ശുക്രന്റെ ക്ഷയവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശുക്രന്റെ ക്ഷയം ബ്രഹ്മചര്യത്തിന് എതിരാണെന്ന അഭിപ്രായം ഉയർന്നത്? പഴയകാലത്ത് ബ്രഹ്മചര്യം എന്ന വാക്കിന്റെ സ്വാഭാവിക അർത്ഥം എടുത്തിരുന്നു. എന്നാൽ പിന്നീട് വിപ്രമാർ സമൂഹത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അക്കാലത്ത് സമ്പൂർണ്ണ ചൂഷണത്തിനിരയായി മാറിയ സമൂഹത്തിലെ ബുദ്ധിജീവികൾ അവർ ചിന്തിച്ചു കണ്ടു, മതപരമായ ആചാരങ്ങൾ സാധാരണക്കാരുടെയോ വീട്ടുകാരുടെയോ കൈകളിൽ വിട്ടുകൊടുത്താൽ ഇത്രയും കാലം നെഞ്ചിലേറ്റിയ ചൂഷണത്തിന്റെ ആയുധം എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകും. മതവികാരങ്ങളുടെ പ്രേരണയാൽ സാധാരണക്കാരിൽ ചിന്താശേഷി കൂടുതൽ വർദ്ധിക്കും. അതിനാൽ സാധാരണക്കാർ എന്നേക്കുമായി തളർവാദിക്കപ്പെടുകയും അവരുടെ കീഴിൽ നിർത്തുകയും ചെയ്യേണ്ടിവരും. നിയന്ത്രണം. ചൂഷണം ചെയ്യാൻ ആളുകളുടെ മനസ്സിൽ ഭയത്തിന്റെയും അപകർഷതാബോധത്തിന്റെയും ഒരു വികാരം സൃഷ്ടിക്കേണ്ടതുണ്ട്. ചൂഷിതരായ ആളുകൾ കൂടുതലും വിവാഹിതരാണെന്ന് അവർ കണ്ടു. അതിനാൽ ശുക്രന്റെ ക്ഷയം മതത്തിന് എതിരാണ്, ഇത് പ്രചരിപ്പിക്കണം. ഈ പ്രചരണം മൂലം ശുക്രനെ നശിപ്പിക്കുന്നതിലൂടെ നമ്മൾ ഒരു മഹാപാപം ചെയ്യുന്നു. ബ്രഹ്മചര്യത്തെ നശിപ്പിക്കുന്നു എന്ന് വീട്ടുകാർ ചിന്തിക്കാൻ തുടങ്ങി. സന്യാസിമാർ ശുക്രനെ ധരിക്കുന്നു, അതിനാൽ അവർ ശ്രേഷ്ഠരാണ്. അത്തരമൊരു സാഹചര്യം മുതലെടുത്ത് സന്യാസിമാർ എന്ന് വിളിക്കപ്പെടുന്നവർ തങ്ങളുടെ ചൂഷണ പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ നടത്തുന്നു. മതം സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മതം സഹായാത്രയോ സത്യമസ്തിയോ അല്ല. സത്യമില്ലാത്തിടത്ത് മതമില്ല. ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള ഈ വിശദീകരണത്തിൽ എന്തുതന്നെയായാലും അത് ശരിയല്ല. അതുകൊണ്ട് അതിൽ ബ്രഹ്മാവില്ല. ലളിതമായ സത്യം അംഗീകരിച്ചാൽ മാത്രമേ മനുഷ്യന് പരമമായ മഹത്വത്തിലേക്ക് നീങ്ങേണ്ടി വരൂ. ഇതാണ് സാധനയുടെ പാത. ഇതാണ് മതത്തിന്റെ പാത. യഥാർത്ഥ ജീവിതത്തിലെ ലളിതവും എളുപ്പവുമായ സത്യത്തെ നിരാകരിക്കുന്നതിലൂടെ. ഇത് സൗജന്യമായി സാധ്യമാണ്. എന്തെങ്കിലും ചെയ്യാൻ മതപരമായ ആചാര്യന്മാരെ സവാരി ചെയ്യുന്നത് സൗകര്യം ഉണ്ടാകാം. എന്നാൽ അവന്റെ മതത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ കഴിയില്ല. ഇത് സത്യത്തിന്റെ പാതയല്ല, മറിച്ച് കാപട്യത്തിന്റെ പാതയാണ്.